റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. UK-യിലെ നിരത്തുകളിൽ 2 വർഷത്തിനുള്ളിൽ ഡ്രൈവർമാരില്ലാതെ സ്വയം പ്രവർത്തിക്കുന്ന കാറുകൾ ഓടിത്തുടങ്ങുമെന്ന വാർത്തകൾ പുറത്തുവന്നു. 2027 രണ്ടാം പകുതിയിൽ ഇതിന് സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ 2026 തുടങ്ങുമെന്ന് മുൻ സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ ഇത്തരം ടാക്സികൾ നിരത്തിലിറങ്ങുവാൻ സജ്ജമാണെന്ന് ഇവർ അവകാശപ്പെട്ടു. UK-യിൽ ഇപ്പോൾ തന്നെ പരിമിതമായ രീതിയിൽ സ്വയം ഡ്രൈവിംഗ് കാറുകൾ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ഉപയോഗിക്കുവാൻ അനുവാദമുണ്ട്. എന്നാൽ ഓട്ടോമേറ്റഡ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ ഇത്തരം വാഹനങ്ങളിൽ ഒരു ഡ്രൈവറുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന നിബന്ധന UK-യിലുണ്ട്. അടിയന്തര ഘട്ടത്തിൽ വാഹനത്തിന്റെ നിയന്ത്രണം ഡ്രൈവർ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഉപയോഗിച്ചുള്ള ടാക്സി സർവീസ് നടത്തുവാൻ ഊബർ തയ്യാറാണെന്ന വാർത്ത പുറത്തുവിട്ടത്. കമ്പനിയുടെ മൊബിലിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് ആൻഡ്രൂ മക്ഡൊണാൾഡ് ആണ് UK-യിലെ AI സ്ഥാപനമായ വേവ് വികസിപ്പിച്ചെടുത്ത ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് താൻ മധ്യ ലണ്ടനിലുടനീളം ഒരു ഓട്ടോമേറ്റഡ് കാർ യാത്ര നടത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. NHS വെയിറ്റിംഗ് ലിസ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നത് മൂലം ഓരോ വർഷവും നൂറുകണക്കിന് മാരകമായ ഹൃദ്രോഗികളാണ് UK-യിൽ മരിക്കുന്നത്. UK-യിലുടനീളമുള്ള ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകൾക്ക് അയോർട്ടിക് സ്റ്റെനോസിസ് ഉണ്ട്. ഇത് ഗുരുതരവും എന്നാൽ ലക്ഷണമില്ലാത്തതുമായ ഒരു രോഗമാണ്. ഈ രോഗം ഹൃദയത്തിന്റെ അയോർട്ടിക് വാൽവിനെ ദുർബലപ്പെടുത്തുന്നു. ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ എന്നറിയപ്പെടുന്ന ശസ്ത്രക്രിയ രോഗികളിൽ നേരത്തെ നടത്തിയാൽ രോഗികൾ സാധാരണ ആരോഗ്യനിലയിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കും. ഇത്തരത്തിൽ ടാവി ശസ്ത്രക്രിയ വാഗ്ദാനം ചെയ്യുന്ന UK-യിലെ 35 കേന്ദ്രങ്ങളിൽ അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ 400-ലധികം ആളുകൾ ശസ്ത്രക്രിയയ്ക്ക് മുമ്പായി മരിക്കുന്നതായി കണ്ടെത്തി. ഇത് വെയിറ്റിംഗ് ലിസ്റ്റിലെ 8% വരും. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് UK-യിൽ ടാവി നടപടികൾ വളരെ കുറവാണെന്ന് എടുത്തു കാണിച്ച കിങ്സ് കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ ജോൺ ബേർബൺ ഉൾപ്പെടെയുള്ള വിദഗ്ധർ ഈ മരണനിരക്ക് ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് കൂട്ടിച്ചേർത്തു. പലിശ നിരക്ക് കുറയ്ക്കുന്നത് അനുകൂല സാഹചര്യമെന്നറിഞ്ഞ് വീട് വാങ്ങാനിറങ്ങിയവർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് UK-യിൽ വീട് വില കുതിക്കുന്ന കാര്യം. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറച്ചതോടെ പലരും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു. കഴിഞ്ഞ 2 മാസമായി വലിയ കുതിപ്പാണ് വീട് വിലയിലുള്ളത്. UK-യിലെ വീടുകളുടെ ശരാശരി വില 3,80,000 പൗണ്ടിലെത്തിയെന്നാണ് കണക്കുകൾ പറയുന്നത്. ഏപ്രിൽ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ മെയ് മാസത്തിൽ 2,335 പൗണ്ടാണ് ഉയർന്നത്. ഒരു മാസത്തിനുള്ളിൽ 0.6% വർധനവുണ്ടായി. 2025 ആദ്യ മാസത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വർധനവ് ഏപ്രിലോടെ നിലവിൽ വരുമെന്ന കാരണത്താൽ വീട് വാങ്ങലുകൾ വർദ്ധിച്ചിരുന്നു. ഏപ്രിൽ മാസത്തിന് പിന്നാലെ വീട് വിൽപ്പന കുറയുകയും ചെയ്തു. ഇപ്പോഴിതാ വീട് കൈമാറുവാനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി വർധനവുണ്ടായിട്ടും വിപണിയിൽ വീട് കച്ചവടം ഉയർന്നിരിക്കുകയാണ്. ഇതാണ് വീട് വിലയും വർദ്ധിക്കുവാൻ കാരണം. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇനിയും പലിശ നിരക്ക് കുറയ്ക്കുമെന്നതാണ് പലർക്കും പ്രതീക്ഷയാകുന്നത്. വെറുപ്പും സംഘർഷവും മുറിവുകൾ സൃഷ്ടിക്കുന്ന കാലത്ത് സ്നേഹവും ഐക്യവും മുഖമുദ്രയാക്കി മുന്നേറുവാൻ ലിയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനം. സഹോദര സ്ഥാപനങ്ങളുമായി ഐക്യപ്പെടുവാനും കത്തോലിക്കാ സഭയുടെ 267 പരമാധ്യക്ഷനായി ചുമതലയേറ്റെടുത്തുകൊണ്ടുള്ള കുർബാന മധ്യേ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രാർത്ഥനാ ഗീതികൾ ഭക്തി നിർഭരമാക്കിയ കുർബാന മധ്യേ വലിയ ഇടയന്റെ വസ്ത്രം എന്നറിയപ്പെടുന്ന പാലിയം വിശുദ്ധ പത്രോസിന്റെ പിൻഗാമി എന്നതിന് പ്രതീകമായി മുക്കുവന്റെ മോതിരം എന്നിവ പുതിയ മാർപ്പാപ്പയെ അണിയിച്ചു. സ്നേഹം, ഐക്യം, സാഹോദര്യം എന്നീ വാക്കുകളിലൂന്നിയാണ് ലിയോ മാർപ്പാപ്പ കുർബാനയ്ക്കിടെ പ്രസംഗിച്ചത്. ഐക്യത്തിൽ ഒന്നായ സഭയാകണം ലക്ഷ്യമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. എങ്കിൽ മാത്രമേ ലോകത്ത് സമാധാനത്തിന്റെ ചിഹ്നമായി സഭ അംഗീകരിക്കപ്പെടൂ. സഭകൾ തമ്മിലും ഐക്യമുണ്ടാകണം. വെറുപ്പും സംഘർഷവും മുൻവിധികളും ഭൂമിയെ ചൂഷണം ചെയ്തും ദരിദ്രരെ ഇല്ലായ്മകളിലേക്ക് തള്ളിവിട്ടും കൊടികുത്തി വാഴുന്ന സാമ്പത്തിക മാതൃകകളും ലോകത്ത് ഭിന്നത സൃഷ്ടിക്കുകയാണ്. അതിനിടയിൽ ഐക്യത്തിന്റെയും ഒരുമയുടെയും സൗഹാർദ്ദത്തിന്റെയും പാലങ്ങളായി വർത്തിക്കാൻ വിശ്വാസികൾ മുന്നോട്ട് വരണം. ഇനി നാട്ടിലെ വാർത്തകൾ. പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അമൃത്സറിലെ സുവർണക്ഷേത്രം ആക്രമിക്കുവാൻ പാക് സൈന്യം ശ്രമിച്ചതായിട്ട് സ്ഥിരീകരണം. കരസേനാ മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രിയാണ് സുവർണക്ഷേത്രത്തിനെതിരായ പാക് ആക്രമണം സ്ഥിരീകരിച്ചത്. എന്നാൽ സുവർണക്ഷേത്രത്തിന് നേരെയുള്ള എല്ലാ ഭീഷണികളെയും ഇന്ത്യൻ സേന തടഞ്ഞിരുന്നുവെന്നും മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി വാർത്താ ഏജൻസിയായ NIA-യോട് പറഞ്ഞു. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി മെയ് 7-8 ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് അമൃത്സറിലെ സുവർണക്ഷേത്രം തകർക്കാൻ ലക്ഷ്യമിട്ടിരുന്നതായും സൈന്യം സ്ഥിരീകരിച്ചു. 15ാമത് ഇൻഫൻട്രി ഡിവിഷനിലെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ആണ് മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി.
കരാർ തൊഴിലാളികളുടെ ESI തുകയുടെ വിഹിതം അടയ്ക്കാത്തതിനാൽ KCBയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ്. 31 കോടിയോളം രൂപ പിടിച്ചെടുത്ത് ESIC. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെയാണ് വൈദ്യുതി ബോർഡിന്റെ SBI തിരുവനന്തപുരം പട്ടം ശാഖയിലെ പ്രധാന അക്കൗണ്ടും കാനറ ബാങ്കിന്റെ കന്റോൺമെന്റ് ശാഖയിലെ കളക്ഷൻ അക്കൗണ്ടും ESI മരവിപ്പിച്ചത്. ESI തുക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ നോട്ടീസ് നൽകിയിട്ടും അനുകൂലമായ മറുപടി ലഭിക്കാതായതോടെയാണ് നടപടി. 31 കോടി രൂപയോളം ESI പിടിച്ചെടുത്തിട്ടും കരാർ തൊഴിലാളികളുടെ പട്ടിക കൈമാറുവാൻ KCB ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതോടെ പിടിച്ചെടുത്ത പണം തൊഴിലാളികൾക്ക് ഗുണമില്ലാതെ ESIയുടെ പക്കൽ തന്നെ ഇരിക്കുകയാണ്. 2017 മുതൽ 21 വരെയുള്ള 4 വർഷക്കാലത്തെ അടവ് മുടങ്ങിയതിൽ 18 കോടി രൂപ മുതലായും 13 കോടി രൂപ പലിശ ഇനത്തിലുമാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ESI പിടിച്ചെടുത്തത്. +2 പരീക്ഷാഫലം മെയ് 22-ാം തീയതി പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടിയായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. 4,44,707 വിദ്യാർത്ഥികളാണ് 2ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം തുടരുകയാണ്. 1ാം വർഷ പരീക്ഷയുടെ ഫലം ജൂണിലായിരിക്കും പ്രഖ്യാപിക്കുക. 4,13,581 വിദ്യാർത്ഥികളാണ് 1ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. ഇനി കായിക വാർത്തകൾ. ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് വിരാട് കോഹ്ലിക്ക് ഭാരതരത്ന നൽകണമെന്ന് മുൻ താരം സുരേഷ് റെയ്ന. കോഹ്ലിക്ക് ഉചിതമായൊരു വിരമിക്കൽ മത്സരം നൽകുവാൻ BCCI ആലോചിക്കണമെന്നും റെയ്ന പറഞ്ഞു. ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ കുടുംബവും ബാല്യകാല പരിശീലകരും കൂട്ടുകാരുമെല്ലാം ഒരുമിച്ച് കൂടുന്ന വേദിയിലായിരുന്നു ഇത് പറഞ്ഞത്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറാണ് ഭാരതരത്ന ലഭിച്ച ഒരേയൊരു കായിക താരം. 2014 സച്ചിന് രാജ്യാന്തര പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 114.28 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.